ഹായ്, ഞാൻ പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ലെറ്റ്സ് ഗോ. ഓൾറെഡി ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. ഇത് നുവ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഓയിൽ ഫ്രീ ജെൽ മോയ്സ്ചറൈസർ ആണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഇതാ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൺസ്ക്രീൻ മോളിക്കോട് അപ്ലൈ ചെയ്യണം കേട്ടോ. അഗെയിൻ ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. ഫേവറേറ്റ് സൺസ്ക്രീനാണ്. ഒന്നും കൂടുതൽ പറയാനില്ല. സൂപ്പറാണ്, ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ അതെടുക്കുകയാണ്. അത്യാവശ്യം കുറച്ചൊരു എമൗണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കാസ്റ്റ് തരില്ല കേട്ടോ. നല്ലൊരു സൺസ്ക്രീനാണ്. നെക്സ്റ്റ് ഞാനൊരു പ്രൈമർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു കൺസീലർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫൗണ്ടേഷനൊന്നും അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നവരാണ്. എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണമെന്ന് അറിയുമ്പോൾ അപ്പം കയറി വരും. നെക്കിൽ ചെറുതായിട്ട് എനിക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യാൻ ഞാൻ ഈ ഒരു ബ്യൂട്ടി സ്പഞ്ചാണ് ഉപയോഗിക്കുന്നത്. കണ്ണിൻ്റെ മുകളിലൊന്നും അപ്ലൈ ചെയ്യില്ല, കാരണം ഞാൻ ഐഷാഡോ ഒന്നും ചെയ്യുന്നില്ല. ഓൾറെഡി ഒരു കളർ ഉണ്ടല്ലോ, അത് മതി. വേണ്ട, നല്ല ലൈറ്റ് കവറേജ് ആണ് കേട്ടോ ആ ഒരു കൺസീലറിന്. ജസ്റ്റ് എവിടേക്ക് വേണ്ടച്ചാൽ അവിടെയൊക്കെ നെക്സ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് എൻ്റെ സ്കിന്ന്. ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം സെറ്റ് ചെയ്യാണ്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ സ്കിന്നും എൻ്റെ ഓയിലാണ്, പിന്നെ നമ്മുടെ ക്ലൈമറ്റും ഭയങ്കര ചൂടുള്ള ആ ഒരു ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണല്ലോ. എന്തായാലും പറ്റിയതൊക്കെ ഒഴുകി പോകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫേസിൽ ഫൗണ്ടേഷനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റ് കവറേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോമ്പാക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ലൂസ് പൗഡർ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ബെലോറ പാരസിൻ്റെ കോമ്പാക്റ്റ് ആണ്. ഇത് നല്ലൊരു ഷെയ്ഡ് മാച്ച് ആണ് എനിക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോസ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇച്ചിരി ഒരു ബ്ലഷ് കൊടുക്കാം. ലൈറ്റായിട്ട് ഒരു ബ്ലഷ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു മാറ്റ് ലുക്കാണ്, ബട്ട് ഗ്ലോ ഫ്രം വിത്തിൻ ലുക്കിനെ പോകണം. അപ്പോൾ ജസ്റ്റ് ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഹൈലൈറ്റർ ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ഞാൻ ഈ ഒരു പിങ്കിഷ് ആയിട്ടുള്ളൊരു ലൈനർ ഉണ്ട്, ഒരു ന്യൂഡിഷ് പിങ്കാണ്, ആ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് എം കെഫിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാനൊരു ബ്രൗൺ ലൈനർ എടുത്തിട്ട് മുകളിലടിയിൽ മാത്രം ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെയും ജസ്റ്റ് അവിടെയും. ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലിപ്സ് നല്ല വലിയ ലിപ്സായിട്ട് തോന്നും കേട്ടോ. ഇല്ല, എന്നാലും അങ്ങനെയെങ്കിലും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതാണ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇതാണ് മേക്കപ്പ് ലുക്ക്. ഞാൻ ജസ്റ്റ് ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ മേക്കപ്പ് ഫിക്സിങ് സ്പ്രേ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്തിട്ട് പോകാം. ഇന്നത്തെ ഈ മേക്കപ്പ് ലുക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചു കൊടുക്കുക. പിന്നെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇതേപോലത്തെ ഇനി വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഐ വിൽ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.